പരിചയമാണ്. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികൾക്കും SNCSന്റെ ഭാരവാഹികൾക്കും മറ്റ് കുടുംബാംഗങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഫസ്റ്റ് ടൈമാണ് ഞാനിവിടെ SNCSന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഗുരുദേവൻ്റെ അനുഗ്രഹത്താൽ ഇന്ന് ഈ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം. ശ്രീനാരായണ ഗുരുദേവൻ്റെ ആശയങ്ങളും തത്വങ്ങളും പ്രൊപ്പഗേറ്റ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടി 1989 തുടങ്ങിയ ഈ സംഘടന ഇന്ന് 2025 വരെ എത്തി നിൽക്കുന്നു. 2024-25 റിഫ യൂണിറ്റിൻ്റെ പ്രവർത്തനത്തിനായി രൂപീകരിക്കപ്പെട്ട പുതിയ യൂണിറ്റിൻ്റെ എല്ലാ ഭാരവാഹികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ. മുൻ വർഷങ്ങളേക്കാൾ കൂടുതൽ സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഒത്തൊരുമയോടുകൂടി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇവിടെ ഈ റിഫ കമ്മിറ്റിയുടെ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഭാരവാഹികൾക്കെല്ലാം ആശംസകൾ നേരുന്നു. ഞാനിവിടെ മാഹൂസിലെ ശ്രീ സൗഖ്യ ആയുർവേദിക് സെൻറ്ററിലാണ് വർക്ക് ചെയ്യുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയിലെ അമൃത ആയുർവേദ കോളേജിൽ നിന്നാണ് ഞാൻ BMS പൂർത്തിയാക്കിയത്. തുടർന്ന് 3 വർഷം അവിടെ പല സ്ഥാപനങ്ങളിലായി വർക്ക് ചെയ്തു. ഇപ്പോൾ കറൻലി ശ്രീ സൗഖ്യയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ എൻ്റെ ക്ലിനിക്കൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രവാസികളുടെ ഇടയിൽ കൂടുതലും കണ്ടുവരുന്നത് ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സാണ്. കാരണം നമ്മുടെ ഭക്ഷണ രീതി, നമ്മുടെ ആഹാര രീതി, അതുപോലെ നമ്മുടെ വ്യായാമങ്ങളും ഒന്നുമില്ലാതെയുള്ള ജീവിതശൈലിയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സിന് കൂടുതൽ കാരണമായി വരുന്നത്. ഞാൻ കൂടുതലായും ഫോക്കസ് ചെയ്തേക്കുന്നത് നമ്മുടെ സ്ത്രീകളുടെ രോഗങ്ങളിലാണ്. അതായത് ഹോർമോണൽ ഇംബാലൻസ് മൂലമുണ്ടാകുന്ന PCOS, അതുപോലെ മെനോപോസ്, ആർത്തവ വിരാമത്തോടനുബന്ധിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതുപോലെ ഇറഗുലർ പീരീഡ്സ്, കൂടാതെ തന്നെ കോസ്മെറ്റോളജി, അതായത് ആയുർവേദത്തിൽ തന്നെ മുഖാലേപ ട്രീറ്റ്മെൻറ്റുകളെ മെൻഷൻ ചെയ്തിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് സ്കിൻ ബ്രൈറ്റനിങ്, അതുപോലെ ടൈറ്റനിങ്, ആൻറ്റി ഏജിങ് തുടങ്ങിയ ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ്സും, അതുപോലെ ഹെയർ ലോസ്, ഇവിടെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ഹെയർ ലോസ്, ഡാൻഡ്രഫ് ഇഷ്യൂ, അതുപോലെ അപ്പോൾ ഹെയർ ട്രീറ്റ്മെൻറ്റ്സ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ ആയുർവേദിക് സെൻറ്ററിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ ഓരോ പേഷ്യൻസിനെ അവരുടെ അസുഖത്തിന് മരുന്ന് കൊടുക്കുക മാത്രമല്ല, നമ്മൾ അവരുടെ ഹിസ്റ്ററി എടുത്ത് അവർക്ക് ജീവിതശൈലിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്, അതുപോലെ ഒരു ഡയറ്റ് ചാർട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. കൂടാതെ യോഗ പരിശീലിപ്പിക്കുക, അതുതന്നെ മെഡിറ്റേഷൻ, പ്രാണായാമം, ഇതെല്ലാമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ പണ്ടൊക്കെ നാട്ടിലെല്ലാവരും ഡെലിവറി ടൈം ആകുമ്പോൾ ഇവിടെ ട്രീറ്റ്മെൻറ്റ് ഇല്ല, നാട്ടിൽ പോയാണ് കൂടുതലും ഡെലിവറിയൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കിവിടെ ആയുർവേദിക് സെൻറ്ററിൽ പോസ്റ്റ്നേറ്റൽ കെയർസ്, അതായത് ആഫ്റ്റർ ഡെലിവറി കെയർസ് അവൈലബിൾ ആണ്. അതും എല്ലാവർക്കും ഇപ്പോൾ പാക്കേജ്, ഇപ്പോൾ നാട്ടിൽ കോമൺ ആയിട്ട് എല്ലാവരും പാക്കേജസ്, അപ്പോൾ നമുക്ക് യൂട്യൂബിലും എല്ലാം കാണാൻ കഴിയും. പക്ഷെ അങ്ങനെയല്ല, കാരണം ഓരോ പേഷ്യൻ്റ് അല്ല, ഓരോ വ്യക്തിയും വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. അപ്പോൾ അവരുടെ കണ്ടീഷൻസ് അനുസരിച്ച് അവർക്ക് വേണ്ടി പ്രത്യേക ചിട്ടകളോട് കൂടിയ ട്രീറ്റ്മെൻറ്റ് ചാർട്ടുകൾ നമ്മൾ തയ്യാറാക്കി ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നു. മെഡിസിനും അതുപോലെ തന്നെ ആയുർവേദ ട്രീറ്റ്മെൻറ്റ്സ്, ഡയറ്റ് ചാർട്ട്, യോഗ, ഇതൊന്നും കൂടാതെ നമ്മൾ തന്നെ വിചാരിച്ച്, അതായത് ഓരോ പേഷ്യൻസ്, ഓരോ രോഗി നമ്മളടുത്ത് കാണാൻ വരുമ്പോഴും നമ്മൾ അവരോട് പറയുന്നത്, നിങ്ങൾ തന്നെ വിചാരിച്ച് നിങ്ങളുടെ ജീവിത ശൈലിയിലും കൂടി കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരണം. അല്ലാതെ നമ്മളിപ്പോൾ മരുന്ന് കഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ കുറച്ചൊരാശ്വാസം വരും, വീണ്ടും ഇത് തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ നമ്മുടെ ജീവിത ശൈലിയിൽ ആണ് മെയിനായിട്ട് മാറ്റങ്ങൾ വരുത്തേണ്ടത്. ആയുർവേദത്തിൽ ആഹാരേവച ഔഷധം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മുടെ ഫുഡ് തന്നെയാണ് നമ്മുടെ മെഡിസിൻ എന്ന് പറയുന്നത്. അതുപോലെ ആയുർവേദത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം ആതുരസ്യ വികാര പ്രശമനം ച. സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം, അതായത് ആരോഗ്യമുള്ള ഒരു വ്യക്തിയുടെ ആരോഗ്യത്തെ നിലനിർത്തുക, ആതുരസ്യ വികാര പ്രശമനം ച, രോഗിയുടെ രോഗത്തെ ശമിപ്പിക്കുക. ആയുർവേദം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു രോഗത്തെ മാറ്റുക എന്ന് മാത്രമല്ല, നമ്മളൊരു ഹെൽത്തി പേഴ്സൺ ആയിരിക്കാം, പക്ഷെ നമ്മുടെ ആ ഒരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകേണ്ടത് ആവശ്യമാണ്. സോ എപ്പോഴും ആയുർവേദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രിവെൻഷനാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഇന്നിപ്പോൾ എന്നെ ഈ വേദിയിലേക്ക് ക്ഷണിച്ച എൻ്റെ റിലേറ്റീവായ സുനീഷ് ചേട്ടനും, അതുപോലെ ഇവിടെ SNCSന്റെ ഭാരവാഹികൾക്കും ഒരുപാട് നന്ദി, നമസ്കാരം. നിങ്ങളെല്ലാം കാണാൻ കഴിയുന്നതിലും
പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും എല്ലാം ഗുരുദേവന്റെ അനുഗ്രഹമായി കാണുന്നു. ചുരുങ്ങിയ വാക്കുകളിലൂടെ നമ്മളിലേക്ക് നല്ല മെസ്സേജ് എത്തിച്ചു തന്ന ഡോക്ടർ ലക്ഷ്മി രാധാകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അടുത്തതായി ആശംസാ പ്രസംഗത്തിനായി SNCS ചെയർമാൻ ശ്രീ കൃഷ്ണകുമാർ DA ക്ഷണിച്ചുകൊള്ളുന്നു.